Hello friends, I am Tulsi. Welcome to Fourth Dimension. ഇന്ന് നമ്മുടെ ആറാമത്തെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആറാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ടോർക്കും അതേപോലെ തന്നെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ അല്ലേ. ഇനി നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ഫ്ലക്സ്. ലെറ്റർ 5 എന്നാണ് ഇലക്ട്രിക് ഫ്ലക്സ് 5 FLUX. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞ ശരിക്കും ഇറ്റ് ഈസ് വൺ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നേരത്തെ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ധാരാളം ലൈൻസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ലൈൻസുകൾ പാസ് ചെയ്യുന്ന പാത്തിലായിട്ട് ഒരു ഏരിയ, ഒരു സർഫസിൻ്റെ കുറച്ച് ഏരിയ നമ്മൾ അതിൽ ഹെൽഡ് ചെയ്താൽ നമ്മൾ നോക്കുന്ന ഹൗ മെനി നമ്പർ ഓഫ് ലൈൻസ് ആർ ആക്ച്വലി പാസിംഗ് ത്രൂ ദാറ്റ് ഏരിയ. ദാറ്റ് ഗീവ്സ് എ മെഷർ ഓഫ് ഫ്ലക്സ് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അതിനെ വ്യക്തമായി ഇത് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദ ഗിവൺ ഏരിയ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇത്രയേ ഉള്ളൂ. അപ്പം ഇലക്ട്രിക് ഫീൽഡ് വെച്ചേക്കുന്ന ഒരു ഏരിയ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ആണ്. നോർമലായിട്ട് കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ആയിരിക്കും ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. ശരിയല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്മോൾ ഏരിയ എടുക്കുക, കുഞ്ഞേരിയ മതി. അത് നമുക്ക് വെക്ടർ DS എന്ന് എടുക്കുക അല്ലേ. ഇവിടെ നമ്മൾ ഈ DS എന്ന് പറയുന്ന ഏരിയയെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വെക്ടറായിട്ടാണ്. ഏരിയ സാധാരണ പല കേസസ് നമ്മൾ സ്കെയിലറായിട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ DS-നെ എടുക്കാൻ നമ്മൾ വെക്ടറായിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മളിവിടെ ഈ ഏരിയ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്ന സമയത്ത് ഈ DS എന്ന് പറയുന്ന ഏരിയ പല ആംഗിളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല ഓറിയൻറ്റേഷൻ നമുക്ക് അതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ലൈൻസിൽ അപ്പോൾ വ്യത്യാസം വരും. അപ്പം ഈ ഏരിയയുടെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് അതിൽ കൂടെ പോകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻസിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് ഏരിയ ഷുഡ് ബി കൺസിഡർ ആസ് എ വെക്ടർ. അതാണ് അതിൻ്റെ നിയമം. അങ്ങനെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ DS എന്ന് പറയുന്ന ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോർമൽ. അതിൻ്റെ നോർമലാണ് DS-ൻ്റെ ഡയറക്ഷനായിട്ട് എടുക്കുന്നത് ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ DS എന്ന് പറയുന്ന ഏരിയ വെച്ചേക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലല്ലേ. അപ്പോൾ അതിൽ കൂടെ കുറേ ലൈൻസുകൾ കടന്നു പോകും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ ഇങ്ങനെ വരിക എന്ന് വെച്ചു. അപ്പോൾ പ്രത്യേകത എന്തായിരിക്കും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ, അതാണ് വെക്ടറി. ഇതാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അല്ലേ. അത് DS-ൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ വെക്ടർ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് DS. ദറ്റ് ഈസ് അലോങ് ദ നോർമൽ ഇറ്റ്സെൽഫ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ ഏരിയയിൽ കൂടി കടന്നു പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് D5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഈ ഏരിയയിലെ ഒന്നാമത്തെ കേസിനെ നമ്മൾ കാണുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് ദ നോർമൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ D5 ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് ദ സ്മോൾ ഏരിയ DS ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ. ഈയുടെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഒരു പോയിന്റിലെ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദാറ്റ് യൂണിറ്റ് ഏരിയ ഓൺ ദ പോയിന്റ് എന്നാണ്. അപ്പോൾ ആ പോയിന്റ് ചുറ്റും യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ എത്ര ലൈൻസുകൾ നോർമലായിട്ട് കടന്നു പോകുന്നു അതാണ് E. അപ്പോൾ ഈ എന്താ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ ആണെങ്കിൽ DS ഏരിയ കൂടെ പോകുന്നപ്പോൾ എത്രയായിരിക്കും? DS ആയിരിക്കത്തില്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് when the electric field is coming along the normal. അപ്പോൾ D5 DS നമുക്ക് കിട്ടിയില്ലേ. സ്മോൾ ഏരിയ ആണ്, നോർമലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പോകും. സിറ്റുവേഷൻ മനസ്സിലായി അല്ലേ. ഇനിയും സെക്കൻഡ് കേസിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് ഫിഗർ നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ DS എന്ന് പറയുന്ന ഏരിയ എടുക്കുന്നു. അതിൻ്റെ നോർമൽ ഇതാന്ന് വെച്ചു. ഇതിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ ഇങ്ങനെ പോകുന്നു. കണ്ടല്ലേ. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ നോട്ട് അലോങ് ദ നോർമൽ ബട്ട് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മേക്സ് an angle theta with direction of normal or direction of DS. നോർമലാണ് എപ്പോഴും ഏരിയയുടെ ഡയറക്ഷനായിട്ട് എടുക്കുന്നതാണ്. ഏരിയ ഡയറക്ഷൻ എപ്പോഴും അതിൻ്റെ നോർമലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ EM DS-ഉമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആംഗിൾ വന്നിരിക്കുന്നത് 0 അല്ല, മറ്റൊരു ആംഗിളാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് DS എന്ന് പറയുന്ന ഏരിയയുടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലേക്ക് വരുന്ന കോമ്പോണൻറ്റ് കണ്ടുപിടിക്കും.
അപ്പോൾ നമുക്കറിയാം തീറ്റ ആംഗിൾ വെച്ചുകൊണ്ട് നോക്കിയാൽ ദ ഡയറക്ഷൻ ഓഫ് ഡി എസ്, ദ ഏരിയ കംസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ ഇ, ദാറ്റ് ഈസ് ഡി എസ് കോസ് ഇറ്റ്. ഡി എസ് കോസ് ഇറ്റ്. ഇൻ ദിസ് സിറ്റുവേഷൻ, അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഫ്ലക്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഡി ഫൈ ഈസ് ഇക്വൽ ടു E into strength of electric field into area perpendicular direction of electric field എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ഇപ്പം ഡി എസ് കോസിറ്റി ആണ്. അതുകൊണ്ട് ഈ ഡി എസ് കോസിറ്റ് ഇങ്ങനെ വരും, ഈ ഡി എസ് കോസിറ്റ്. അപ്പം അത് നമുക്കറിയാം ഈ ഒരു വെക്ടറാണ്. ഡി എസ് ഈസ് ഓൾസോ എ വെക്ടർ ആൻഡ് ടി ടി ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദം. ദെൻ ഈ ഡി എസ് കോസിറ്റ് വന്നാൽ ദ ഫ്ലക്സ് നൗ ബിക്കംസ് ഈക്വൽ ടു ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ ഇ, ദറ്റ് ഈസ് electric field vector and area vector. So electric flux can also be defined as a dot product of the electric field vector and the area vector. അങ്ങനെ ഒരു ഡെഫിനേഷൻ നമുക്ക് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ നിങ്ങൾ കേട്ടതല്ലേ, അതല്ല നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അതുകൊണ്ട് ഡി ഫൈ ഈസ് ഈക്വൽ ടു വെക്ടർ ഡോട്ട് വെക്ടർ ഡി എസ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ഡെഫിനേഷൻസ് അവിടെ കൊടുക്കാൻ കഴിയും. ആദ്യം നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ എന്തായിരുന്നു ആലോചിച്ച് നോക്കി. ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദ ഗിവൺ ഏരിയ placed inside the electric field. ആ ഫസ്റ്റ് ഡെഫിനേഷൻ വന്നേ. ആൻഡ് സെക്കൻഡ് ഡെഫിനേഷൻ പറയുന്നത് ഇറ്റ് ഈസ് എ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആൻഡ് ഏരിയ വെക്ടർ. ഇത് രണ്ടിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിരിക്കും ഡി ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന പ്രത്യേകത. ഇനി സപ്പോസ് യു ആർ പ്ലേസിംഗ് എ സർഫസ് ഇൻസൈഡ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ക്ലോസ് സർഫസ് ആണെന്ന് വെച്ചു. ഒരു ക്ലോസ് സർഫസ് നമ്മളിങ്ങനെ ഇതിനകത്ത് പ്ലേസ് ചെയ്തു. ഈ ക്ലോസ് സർഫസിൽ കൂടെ പോകുന്ന ഫ്ലക്സ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്താ മാർഗം നമുക്ക് നോക്കാം അല്ലേ. ക്ലോസ് സർഫസിൽ കൂടെ പോകുന്ന ഫ്ലക്സ് വേണമെങ്കിൽ നമുക്കിത് വലിയ ഏരിയ അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു ചെറിയ ഏരിയ എടുക്കാനകത്ത്, സ്മോൾ ഏരിയ, ദറ്റ് ഈസ് ഡി എസ് ഇല്ലേ. ഈ ഡി എസ് പറയുന്ന ഏരിയയ്ക്ക്, ഈ ഡി എസ് പറയുന്ന ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കില്ല. ഡി എസ് പറയുന്ന ഏരിയയ്ക്ക് ഒരു നോർമൽ വരയ്ക്കും. And this is actually the direction of vector ds. And suppose the electric field is acting along this direction, vector E. Then theta is angle between direction of vector E and direction of vector ds. In this situation, the area, the flux passing through the small area is given by vector E dot vector ds. നമ്മൾ മോഡി പറഞ്ഞ പോലെ, ഇവിടെ പറഞ്ഞ പോലെ ഈ സ്മോൾ ഏരിയ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് അപ്പോൾ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കണം. അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെയും ഏരിയ വെക്ടറിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലോസ് സർഫസിൻ്റെ സ്മോൾ ഏരിയ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് മാത്രമല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ കംപ്ലീറ്റ് ഏരിയ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? ഇതേപോലെ നമുക്ക് ഇനിയും ഡി എസ് പറയുന്ന ഏരിയ നമുക്ക് ഇവിടെ എടുക്കാൻ വേണമെങ്കിൽ അവിടുത്തെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നോർമലും ഒക്കെ ആയിട്ടുള്ള ആംഗിൾ നോക്കിക്കൊണ്ട് അവിടുത്തെയും നമുക്ക് ഈ ഫ്ലക്സ് ഇങ്ങനെ വെക്ടർ ഡോട്ട് വെക്ടർ ഡി എസ് കണ്ടുപിടിക്കും. ഇങ്ങനെ എത്ര ഏരിയ നമുക്ക് എലിമെൻ്ററി ഏരിയ എന്ന് പറയുന്ന ഏരിയ ഈ സർഫസിൽ എടുക്കാമോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു എലിമെൻറ്റിൻ്റെ കേസിൽ എടുത്ത പോലെ തന്നെ ഫ്ലക്സ് നമുക്ക് ഓരോന്നിനും എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ദ ടോട്ടൽ ഫ്ലക്സ് ഓഫ് ദ ക്ലോസ് സർഫസ്. ഇതാണ് മെത്തേഡ്. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഈ വെക്ടർ ഡോട്ട് വെക്ടർ ഡി എസ് കിട്ടിയിരിക്കുന്നതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഈ ടോട്ടൽ വാല്യൂ ഓഫ് ദ എൻ്റർ ഫ്ലക്സ് കിട്ടണമെങ്കിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ്, അപ്പോൾ തേർഡ് കേസിൽ വരുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ്, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ് സർഫസ് ഫൈ ഈസ് ഈക്വൽ ടു ഈ ക്ലോസ് സർഫസിൻ്റെ ചെറിയ ഏരിയ കൂടെ പാസ് ചെയ്യുന്ന ഇതല്ലേ. അപ്പോൾ നമുക്ക് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് ഇങ്ങനെ എടുക്കാം. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഓവർ ദി എൻറ്റയർ സർഫസ്. അപ്പോൾ നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ കൊടുക്കാം. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് ആയിരിക്കും. അപ്പോൾ 3 സിറ്റുവേഷൻസ് മനസ്സിലായില്ലേ. നോർമലി കൂടി ഇലക്ട്രിക് ഫീൽഡ് വരുന്ന സിറ്റുവേഷൻ, നോർമൽ അല്ലാതെ ഇലക്ട്രിക് ഫീൽഡ് സ്മോൾ ഏരിയ കൂടെ വരുന്ന സിറ്റുവേഷൻ നമുക്ക് ഇത് എടുക്കാൻ കഴിയും. തേർഡ് സിറ്റുവേഷൻ ഒരു സർഫസ് ആണെങ്കിൽ ആദ്യം എലിമെൻ്ററി ഏരിയയുടെ ഫ്ലക്സ് കണ്ടുപിടിക്കുക, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഓവർ ദി എൻറ്റയർ സർഫസ്. ദെൻ ദി ആർ ഗെറ്റിംഗ് ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ക്ലോസ് സർഫസ്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നതിൻ്റെ യൂണിറ്റ് എന്താണ്? നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്കൊന്നുകിൽ അത് ഈ ഡി ഫൈയോ ഫൈയോ എന്തെങ്കിലും എടുക്കാം. ഈ ഡി എസ് കോൺസിറ്റ്, അത് ജനറൽ ഫോം അതാണ്. ഈ ഡി എസ് കോൺസിറ്റ് എടുക്കും, ശരിയല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ പെർ കൂളംബ് ആയിരിക്കും. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർഡ് വരും. കോൺസിറ്റായി യൂണിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എഴുതാൻ പറ്റുന്ന ഇവിടെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർഡ് പെർ കൂളംബ്. ഇതാണ് അതിൻ്റെ യൂണിറ്റ്, കണ്ടില്ലേ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് ഇസ് 1 യൂണിറ്റ് ഓഫ്
ഇലക്ട്രിക് ഫ്ലക്സ്. ദെൻ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ എടുക്കുമ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു വേറെ യൂണിറ്റ് നമുക്ക് എടുക്കാം അല്ലേ. ഇ ഡി എസ് ആയി എടുക്കുന്നെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എടുക്കുന്ന സമയം ഇലക്ട്രിക് ഫീൽഡിൻ്റെ വോൾട്ട് പെർ മീറ്റർ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ഇൻറ്റു ഏരിയയുടെ മീറ്റർ സ്ക്വയർഡ് വരും. അപ്പോൾ നമുക്ക് ഫൈ ഈസ് ഈക്വൽ ടു വോൾട്ട് മീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 2 യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് ഇതെടുക്കുക അല്ലെങ്കിൽ ഇതെടുക്കുക. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കഷൻ നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത് ഗോസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഗോസസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഇതാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഗോസ് തിയറം പഠിക്കണം. അതിൻ്റെ ഒരു ചെറിയ പ്രൂഫുണ്ട്. ഗോസ് തിയറത്തിന് പ്രൂഫ് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് 3 പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇനി ഗോസ് തിയറം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഗോസസ് തിയറം. ഗോസ് തിയറം എന്ന് പറഞ്ഞ് ശരിക്കും നമ്മൾ സാധാരണ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? അതായത് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് നമ്മൾ എടുക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ എടുക്കും. ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് നമ്മൾ എടുക്കും അല്ലേ. അപ്പോൾ ഇതിനകത്തൊരു ഇൻ്റഗ്രേഷൻ ഉണ്ട്, ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ട് ബിറ്റ്വീൻ വെക്ടർ ഇ ആൻഡ് വെക്ടർ ഡി എസ്. ഇങ്ങനെയുള്ള കുറേ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ചെയ്തിട്ടേ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗോസ് തിയറം നമുക്കൊരു ഷോർട്ട് കട്ട് തരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ചാർജുകൾ ഒരു ക്ലോസ് സർഫസിനകത്താണെങ്കിൽ ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് നോക്കാം. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ അതിനകത്ത് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ ക്ലോസ് സർഫസ് എന്നാണ് ഇൻ്റഗ്രേഷനെ വായിക്കുന്നത്. അങ്ങനെ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ ക്ലോസ് സർഫസ് ഓർ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ്. എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അപ്പം അതിനുവേണ്ടി നമ്മളൊരു ക്ലോസ് സർഫസ് കൺസിഡർ ചെയ്യും. അതിനകത്ത് കുറേ ചാർജിന് എടുക്കുന്നു. Q1 ഉണ്ട്, അത് പോസിറ്റീവാണ്. Q2 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്, നെഗറ്റീവാണ്. Q2 നെഗറ്റീവ്. ദെൻ Q3 അനദർ ചാർജ് വിച്ച് ഇസ് പോസിറ്റീവ്. Q4 നെഗറ്റീവ്. Q5 പോസിറ്റീവ്. ഇങ്ങനെ കുറേ ചാർജിന് എടുക്കുകയാണ്. ഈ ചാർജിൽ നിന്നൊക്കെ ലൈൻസുകൾ ഔട്ട് സൈഡും പോകും, ഇൻസൈഡിലേക്ക് പറ്റും സർഫസിൽ കൂടെ അല്ലേ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ലൈൻസുകൾ എപ്പോഴും ഔട്ട്വേർഡ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഇൻവേർഡ് ആണ്. അപ്പോൾ ഇൻവേർഡ് ഫ്ലക്സ് കൊണ്ട് ഔട്ട്വേർഡ് ഫ്ലക്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ ഒരു നെറ്റ് ഫ്ലക്സ് എപ്പോഴും ഈ സർഫസിൽ ഉണ്ടാകും. അത് കണ്ടുപിടിക്കാൻ ഗോസ് തിയറം പറയുന്നത് ഇതാണ്. നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ് സർഫസ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 എന്നൊരു കോൺസ്റ്റന്റിന്റെ റെസിപ്രോക്കൽ എടുക്കുക. 1/ε0 ഇൻറ്റു ദ algebraic sum of the charges inside the closed surface or total amount of charge inside the closed surface ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര ചാർജസ് നമുക്ക് ഉണ്ടെന്ന് അറിയാം. Q1 Q2 Q3 വെച്ച് നോക്കിയാൽ 5 ചാർജസ് അല്ലേ. അവയുടെ ടോട്ടൽ വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് പ്ലസ് മൈനസ് എടുത്തുകൊണ്ട് തന്നെ കൺസിഡർ ചെയ്താൽ Q1 minus Q2 plus Q3 minus Q4 plus Q5. So the flux is obtained by multiplying the total amount of charge with a constant value 1/ε0. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് സിഗ്മ ക്യൂ. ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഗോസ് തിയറം. പ്രൂഫിലേക്ക് പോകാം അല്ലേ. പ്രൂഫിന് വേണ്ടി നമുക്ക് ഏറ്റവും നല്ല ക്ലോസ് സർഫസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്പിയറാണ്, സ്പെറിക്കൽ സർഫസ് ആണ്. ഈ സ്പെറിക്കൽ സർഫസിൽ നമ്മുടെ ചാർജ് ഒരെണ്ണം മതി, Q എന്ന് മതി, ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ. ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ ഒരു ഡയറക്ഷൻ മാത്രം എടുക്കുക, റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എടുക്കേണ്ട കേട്ടോ. ഈ സ്പിയറിന്റെ റേഡിയസ് വേണം നമുക്ക് എടുക്കാം, 6 എന്ന് എടുക്കാൻ പറ്റും. അപ്പം ഈ QV നിന്ന് ഈ സർഫസിലുള്ള പോയിന്റ് ആണ് P, അതിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്തേക്കുന്ന 6 അല്ലേ. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് P ഇലക്ട്രിക് ഫീൽഡ്, ഈ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് സർഫസിൽ എത്ര, ഈ സ്പിയറിന്റെ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E ആണ്. അത് മാത്രമല്ല Pക്ക് അറൗണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ടേക്കിംഗ് എ സ്മോൾ ഏരിയ DS. ആ DS-ന് നമ്മൾ നോർമൽ വരച്ചാൽ, നോർമൽ വരച്ചു, ഈ നോർമൽ വെച്ചാൽ ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എപ്പോഴും ഒരു സർഫസില്ല, സ്പെറിക്കൽ സർഫസ് അല്ല. അപ്പോൾ അതിൻ്റെ നോർമൽ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ എക്സ്റ്റൻഷൻ ഓഫ് ദ റേഡിയസ് നമുക്ക് എടുക്കാം പുറത്തോട്ടാണെങ്കിൽ അല്ലേ. അപ്പോൾ ഈ നോർമൽ ഡയറക്ഷൻ വന്നാൽ ഈ DS എന്ന് പറയുന്ന ഏരിയയുടെ ഡയറക്ഷൻ എപ്പോഴും നോർമലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ DS വന്നല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രത്യേകത മനസ്സിലാക്കാം. ഈ Dയും DS-ഉം സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് അവർക്കിടെ ആംഗിൾ തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. നമുക്ക് ആവശ്യം ഈ ക്ലോസ് സർഫസിൻ്റെ ഫ്ലക്സ് അല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന സ്റ്റെപ്പ് ഇത്ര അസംഷൻസ് നമ്മൾ കൊടുത്തിട്ട് ഫ്ലക്സ് through the closed surface
ഫ്ലക്സ് ഓഫ് ദ ക്ലോസ് സർഫസ് ഫൈ എന്ന് എടുത്തു. ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ്. ഈ ഫോമിൽ നമ്മൾ എഴുതും. ഇനി അതിനുശേഷം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് കിട്ടും. ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട്, അപ്പോൾ എക്സ്പാൻഷനകത്ത് കോസ് തീറ്റ വരും. ഹിയർ ഇ ആൻഡ് ഡി എസ് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ ഡയറക്ഷൻ ഓഫ് ഇയും ഡയറക്ഷൻ ഡി എസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 0 ആയിരിക്കും. ഇപ്പോൾ കോസിനകത്ത് 0 കൊടുത്താൽ 1 ആകത്തില്ലേ? അപ്പോൾ നമ്മുടെ ഫ്ലക്സിൻ്റെ ഫോമിൽ ഇപ്പോൾ എന്തായിട്ട് മാറും? ഫൈ ബിക്കംസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കിട്ടും. ഇനി ഇ എന്ന് പറയുന്ന എവിടുത്തെ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡാ? പിയിലെയാണ്. ഈ ഇരിക്കുന്ന ചാർജ് ഒരു പോയിന്റ് ചാർജാണ്. ആ പോയിന്റ് ചാർജ് പിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് എഴുതാം അല്ലേ? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ചാർജ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർഡ് എടുക്കണം. ഡിസ്റ്റൻസ് സ്ക്വയർഡ് എടുക്കുന്നെങ്കിൽ ഇവിടുന്ന് ഇവിടേക്കാൾ ഡിസ്റ്റൻസ് r അല്ലേ? അപ്പോൾ സോ r സ്ക്വയർ. ഇ എന്ന് പറഞ്ഞ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് പി ഓൺ ദ സർഫസ് ആണ് അല്ലേ? ഈ പോയിന്റ് മാറിയിട്ട് നമ്മൾ ഈ സർഫസിന്റെ ഏത് പോയിന്റ് എടുത്താലും അവിടേക്ക് എല്ലാ ഡിസ്റ്റൻസ് എപ്പോഴും r അല്ലേ? സെയിം അല്ലേ? അതുകൊണ്ട് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ ദ എൻറ്റയർ സ്ഫെറിക്കൽ സർഫസ് മീൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതൊരു കോൺസ്റ്റന്റ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേഷന് പുറത്തെടുക്കും. അപ്പോൾ അന്നേരം നമുക്ക് ഇ ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും കേട്ടല്ലേ? അതിലെ ഇ നമുക്ക് ഓൾറെഡി അതിൻ്റെ വാല്യൂ നമുക്കറിയാം, അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയും അടുത്തായിട്ട് സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് മീൻസ് ഡി എസ് പറഞ്ഞാൽ ദറ്റ് ഇസ് എലിമെൻ്ററി ഓഫ് ദ സ്പെറിക്കൽ സർഫസ് ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ സ്പിയറിൻ്റെ മൊത്തം ഏരിയ നമുക്ക് കിട്ടും. ആ ഒരു സ്പിയറിൻ്റെ കംപ്ലീറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ദറ്റ് ഈസ് 4πr². Therefore flux phi is equal to ഇയുടെ പ്ലേസ് കൊടുക്കുന്ന വാല്യൂ എത്രയാ? 1/4πε0 q/r² ഇൻറ്റു ഇൻ ദ പ്ലേസ് ഓഫ് ഡി എസ് 4πr². 4πr². ഇവിടെ ക്യാൻസൽ ആകുന്ന ടേംസ് അറിയാം. 4πr² ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഫൈനലി ദി ഇക്വേഷൻ ബിക്കംസ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു q. ബാക്കി എല്ലാം ക്യാൻസൽ ആയില്ലേ? 1/ε0 ഇൻറ്റു q എന്ന് കിട്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ സർഫസിനകത്ത് ഒരു ചാർജ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ചാർജ് ഈ സ്പെറിക്കൽ സർഫസിനെ കൂടെ കടത്തിവിടുന്ന ഫ്ലക്സ്, നെറ്റ് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 q എന്നല്ലേ? അപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഫ്ലക്സ് ഈസ് ഓൾവേസ് ഗിവൺ ബൈ 1/ε0 ടൈം ദ ചാർജ് ഇൻസൈഡ് ദ ക്ലോസ് സർഫസ്. ഇത്രയോ? ഇതാണ് ഗോസ് തിയറത്തിൻ്റെ പ്രൂഫ് കൊടുക്കുന്ന ഈ ഒരു മെത്തേഡായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ ക്ലാസ് നിങ്ങൾ ലൈക്ക് ചെയ്യാം, അത് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.